ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ രാഷ്ട്രീയക്കാരെ മുഴുവൻ സംരക്ഷിച്ചു നിർത്തുന്നതിനുള്ള ഒരു നീക്കമല്ലായിരുന്നു തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ തന്ത്രി സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തു വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ പലതും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭരണാധികാരികൾ വെട്ടിലാവുകയും ചെയ്യും. വിളിച്ചു പറയുക മാത്രമല്ല, തന്ത്രിയുടെ വക്കീല് ഇതെല്ലാം കോടതിയിൽ ഹാജരാക്കി ചിലതിനി ഹാജരാക്കാൻ പോകുന്നു എന്നാണ് അറിയുന്നത്. അതായത് തന്ത്രിയുടെ പ്രധാന വാദം തന്നെ പ്രതിക്കൂട്ടിലാക്കിയതാണ്, കുറ്റക്കാരനല്ലാതെ തന്നെ പ്രതിക്കൂട്ടിലാക്കിയതാണ് എന്നുള്ളതാണ്. അതിന് തന്ത്രി പറയുന്ന പ്രധാന കാരണം, യുവതീ പ്രവേശനത്തിന് പോലീസ് അടക്കം സന്നാഹത്തോടുകൂടി ശബരിമലയിൽ പ്രവേശിച്ചപ്പോൾ തന്ത്രി ഒറ്റയാൾ കാരണമാണ് യുവതി സന്നിധാനത്ത് പ്രവേശിക്കാതിരുന്നത്. രാജീവായിരുന്നു തന്ത്രി. അതെ, അദ്ദേഹം പറഞ്ഞു, യുവതി ഇതിനകത്തോട്ട് കയറുകയാണെങ്കിൽ ആ നിമിഷം ഞാൻ നട പൂട്ടി ഇറങ്ങി വീട്ടിൽ പോകും, താക്കോലും കൊണ്ട് വീട്ടിൽ പോകും എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് യുവതിയെ അതിനകത്ത് കയറ്റാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ യുവതിയെ പ്രവേശിപ്പിച്ചേനെ അയ്യപ്പൻ്റെ സന്നിധാനവും അയ്യപ്പൻ്റെ ഇരിപ്പിടവും കളങ്കര പൂർണ്ണമായേനെ എന്നാണ് തന്ത്രി പറയുന്നത്. അപ്പോൾ യുവതീ പ്രവേശനത്തിന്റെ വിഷയത്തിൽ ഇപ്പോൾ ഹൈക്കോടതിക്ക് മറിച്ച് ശുദ്ധികലശം നടത്തി. ഈ തന്ത്രി ശുദ്ധികലശം നടത്തി. സന്നിധാനത്ത് വന്നില്ലെങ്കിലും ബാക്കി പ്രദേശത്തെല്ലാം കൊണ്ടുവന്നില്ലേ, കൊണ്ടുവന്ന് സന്നിധാനത്തേക്ക് കയറ്റാൻ പോയപ്പോഴാണ് തിരുമുറ്റം വരെ എത്തി. അപ്പോൾ സന്നിധാനത്തേക്ക് കയറ്റാൻ പോയപ്പോഴാണ് പോറ്റി പറഞ്ഞു എന്നാണ് പോറ്റി പറയുന്നത്. പോറ്റി പറഞ്ഞു, ഇനി ഒരടി മുമ്പോട്ട് വെച്ചാൽ ഞാൻ ഈ നട കൂട്ടി ഇപ്പോൾ ഇറങ്ങും, ലോകം മുഴുവൻ അറിയും, പ്രശ്നമാവും. കാരണം ശബരിമല തന്ത്രി ശബരിമല പൂട്ടി ഇറങ്ങി യുവതിയെ പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ നാളെ ഇതൊരു വലിയ വാർത്തയാവും, അത് വലിയ പ്രശ്നമാവും. അപ്പോൾ അങ്ങനെ സർക്കാരിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി താൻ നിന്നതുകൊണ്ടാണ് തന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്, അല്ലാതെ ഒരു കാര്യവുമില്ല. പിണറായിക്ക് ഒരു നോട്ടം ഉണ്ടായിരുന്നു എന്നാണ് പോറ്റി പറയുന്നത്. അപ്പം അത് ബോധ്യമാക്കുന്നത് ഇപ്പം കൊല്ലം വിജിലൻസ് കോടതി തന്നെ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, SITക്ക് തന്ത്രിക്കെതിരെ ഒരു അല്പം പോലും തെളിവ് കൊണ്ടുവരാൻ, തന്ത്രിക്കെതിരെ തെളിവിൻ്റെ ഒരു കണിക പോലും എന്നാണ് പറഞ്ഞത് കോടതി പറഞ്ഞിരിക്കുന്നത്. ഒരു കണിക പോലും SIT കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ യുവതീ പ്രവേശനത്തിലെ ഗുരുതരമായ ഒരു കാര്യം തന്ത്രി വെളിപ്പെടുത്തിയത് മാത്രമല്ല, തന്ത്രി ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ താനല്ല 2004 കൊണ്ടുവന്നത്, താൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടാണ് വലിയ പ്രശ്നങ്ങൾ നടക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പരമ്പരാഗതമായി അവിടെ ആരൊക്കെയോ അവസരങ്ങൾ കൊടുത്തിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാര്യാപിതാവിൻ്റെ സഹോദരൻ, ഇങ്ങനെ പലരും അവിടെ ഇതിനു മുമ്പേ വാണിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുമ്പേ അവരവിടെ ഇതുപോലെ കാർമ്മികത്വത്തിൽ വലിയ കാര്യത്തിലൊക്കെ ഇരുന്നതാണ്. ആ ബേസിലേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നത്. അത് തൻ്റെ ഒരു നിയോഗം കൊണ്ട് വന്നതല്ല എന്നും പോറ്റി ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതിനു മുമ്പും പലരും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുടുംബസമേതം ഈ ശബരിമല ഇങ്ങനെ അനഭിമത പ്രവർത്തനങ്ങൾക്ക് തീരെഴുതിയോന്നോ എന്ന് സംശയം തോന്നുന്ന വിധത്തിൽ ചില പോയിന്റുകൾ കൂടി ഇപ്പോൾ പോറ്റി പറഞ്ഞിരിക്കുകയാണ്. വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് പോറ്റി പറഞ്ഞിരിക്കുന്നത്. സർക്കാരിനെ ഇലക്ഷൻ സമയത്ത് വളരെയധികം ഇത് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇത് പ്രതിപക്ഷം വളരെ ശക്തമായി ഉന്നയിക്കും. യുവതീ പ്രവേശനത്തിൻ്റെ തിരുത്തൽ വേണോ വേണ്ടയോ എന്ന് സുപ്രീം കോടതിയേക്കാൾ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം മന്ത്രി രാജീവനും പാർട്ടിയൊക്കെയാണ് കേരളത്തിൽ. ഈ സാധാരണ ശബരിമലയിൽ എന്ത് കാര്യങ്ങൾ ഇത്തരത്തിലുള്ള പണികളൊക്കെ നടത്തുമ്പോൾ ഭഗവാനിൽ നിന്ന് അനുജ്ഞ വാങ്ങണം എന്നൊരു ചിട്ടയുണ്ട്. ഇതെനിക്ക് തോന്നുന്നു അനുജ്ഞ വാങ്ങി എന്ന് ഒരുപക്ഷെ പറയിപ്പിച്ച് കാണും അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദമുണ്ടായി അദ്ദേഹം പിന്നെ മൗനം പാലിച്ച് കാണും. കാരണം അല്ലെങ്കിൽ അന്നേ പുറത്താക്കോ അകത്താക്കോ വല്ലതും ചെയ്തേനെ എന്നാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ വാദത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. തന്നെ ഇപ്പോൾ വെറുതെ പ്രതിയാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇതിനു മുമ്പേ ഞാൻ പ്രതിയായി പോയേനെ എന്ന് ഒരു ധ്വനി കൂടെ അദ്ദേഹം ചേർത്തിരിക്കുകയാണ്. അങ്ങനെ ഗതികെട്ടാണ് ഞാൻ അവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളതും കൂടെ തന്ത്രി പറഞ്ഞിരിക്കുന്നതിന് തുല്യമാണ് ഈ പ്രസ്താവനകൾ. അപ്പോൾ താനല്ല കുറ്റക്കാരൻ. അപ്പോൾ നമ്മുടെ കോടതികളുടെ ഒരു തീരുമാനം തന്നെ അതാണല്ലോ, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത്. ഇപ്പോൾ ഇവിടെ തിരിച്ചാണ്, 1000 കുറ്റവാളികൾ സുഖമായി നടക്കുകയും ഒരു നിരപരാധി ക്രൂശിക്കപ്പെടുകയും ചെയ്യുന്ന വിധത്തിലേക്ക് വന്നു എന്നുള്ളതാണ് പോറ്റി പറഞ്ഞു വയ്ക്കുന്നത്. ഇത് ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഏപ്രിൽ 7 മുതൽ ശബരിമല വിഷയത്തിൽ
സുപ്രീം കോടതി ഒരു തീരുമാനത്തിനായി മുന്നോട്ട് നീങ്ങുമ്പോൾ കേരള സർക്കാരിന് ഒരു തിരുത്തൽ അല്ലെങ്കിൽ എന്താണോ ഒരു തങ്ങളുടെ അഭിപ്രായം അതൊരു നോട്ടീസ് അല്ലെങ്കിൽ ഒരു അഫിഡവിറ്റ് കൊടുക്കേണ്ടി വരികയാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കാലം അതിന്റെ ക്ലൈമാക്സിൽ എത്തുകയും ചെയ്തു. ക്ലൈമാക്സിൽ എത്തുമ്പോൾ ഒരു അഫിഡവിറ്റ് കൊടുക്കേണ്ടി വരും. ആ അഫിഡവിറ്റിൽ ഇനി ഒളിച്ചു കളിക്കാൻ പറ്റില്ല. ഒളിച്ചു കളിച്ചാൽ അതിൻ്റെ ഫലം ദൂരവ്യാപകമായിരിക്കും എന്നുള്ളത് സർക്കാരിനറിയാം, ഇവിടുത്തെ പാർട്ടിക്കറിയാം, പാർട്ടിയുടെ മേധാവികൾക്കറിയാം, ഇലക്ഷൻ എക്സ്പേർട്ടുകൾക്കും അറിയാം. കാരണം എനിക്ക് തോന്നുന്നു തന്ത്രി ഇതിനകത്തൊരു പ്രധാന ഘടകമായിരിക്കും. പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും പലരും ഒരു പക്ഷേ അകത്തേക്ക് പോകും. തന്ത്രി ഇത്ര പെട്ടെന്ന് ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം അവിടെ പത്മകുമാർ കിടക്കുന്നു, മറ്റു പലരും ഇതുപോലെ കിടക്കുന്നു. അപ്പം അതുപോലെ തന്ത്രിയും കിടന്നോളും എന്ന് വിചാരിച്ചു. പക്ഷേ തന്ത്രിക്ക് അതിനു മുമ്പേ തന്ത്രിയുടെ ഡയറക്റ്റായിട്ടൊന്നും കൊടുക്കാൻ SITക്ക് ഇല്ലാതെ വന്നു. അതുകൊണ്ടാണ് ഒരു കണിക പോലും തെളിവ് തന്ത്രിക്ക് എതിരായിട്ടില്ല എന്ന് കൊല്ലം വിജിലൻസ് കോടതി തന്നെ പറയാൻ കാരണവും ജാമ്യം കൊടുക്കാൻ കാരണവും. അപ്പം തന്ത്രി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് കേരളം ശ്രദ്ധിക്കും, കേരളത്തിലെ വോട്ടർമാർ ശ്രദ്ധിക്കും. ഇത് സർക്കാരിനും അറിയാം, പാർട്ടിക്കും അറിയാം. അവരിനി എങ്ങനെ നീങ്ങും, സുപ്രീം കോടതിയിൽ എന്താണ് തിരുത്തെഴുതി കൊടുക്കുന്നത് എന്നും കേരളം ഉറ്റുനോക്കുകയാണ്. തിരുത്തെഴുതി കൊടുക്കാതിരിക്കാൻ കേരള സർക്കാരിന് കഴിയില്ല, അല്ലെങ്കിൽ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ല. കഴിഞ്ഞാൽ അവരുടെ കഥ കഴിയും എന്നുള്ളതാണ് അവസ്ഥ. അതുകൊണ്ട് തീർച്ചയായിട്ടും തിരുത്തു കൊടുക്കും. അത് എങ്ങനെ ഇരിക്കും എന്നുള്ളതിന്, അതിന് എന്ത് വാദമായിരിക്കും ഉന്നയിക്കാൻ പോകുന്നത്. പക്ഷേ ഇതിനകത്ത് കേസ് തിരിച്ചുവിടാനുള്ള ഒരു ശ്രമം കൂടെ അവർ നടത്തി. കാരണം ഇത് മുഴുവൻ തന്ത്രി കുടുംബത്തിൽ കൊണ്ടുവരിക എന്നുള്ളത്. കാരണം ശബരിമലയുടെ ഒരു പ്രധാന കസ്റ്റോഡിയൻ തന്നെയാണ് തന്ത്രി കുടുംബം. അപ്പൊ അവരിലേക്ക് കൂടുതൽ കൊണ്ടുവരിക. അതോടുകൂടി രാഷ്ട്രീയക്കാരെയും ജയിലിൽ കിടക്കുന്നവരെയും ഒരു സൈഡിലേക്ക് മാറ്റുക. 2-3 ശ്രമങ്ങൾ നടത്തും. ഒന്ന് പ്രതിപക്ഷത്തിലേക്ക് ഇത് കൊണ്ടുവരിക, കോൺഗ്രസ് നേതാക്കളിലേക്ക് ഇത് കൊണ്ടെത്തിക്കുക. മറ്റൊന്ന് തന്ത്രിയിലേക്ക് ഇത് കൊണ്ടെത്തിക്കുക. അപ്പം മറ്റൊരു സൈഡിലേയും ചെയ്തു പോകും. പാർട്ടി പുറത്താക്കാത്തത് എന്താണ്, ജയിലിൽ കിടക്കുന്നവരെ ഇപ്പോഴും പാർട്ടി പ്രധാന കമ്മിറ്റികൾ, ജില്ലാ കമ്മിറ്റികൾ അടക്കമുള്ളിടത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കുറേ തടയിടാൻ പറ്റുമെന്നാണ് സർക്കാർ കരുതിയിരുന്നത്, അല്ലെങ്കിൽ പാർട്ടി കരുതിയിരുന്നത്. അതിന് വിരുദ്ധമായിട്ട് പലതുമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. SIT വീണ്ടും കളങ്കിതനാകുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം SIT കൊടുത്ത റിപ്പോർട്ടിൽ പോറ്റിക്കെതിരായിട്ട് യാതൊന്നുമില്ല, ഒരു കണിക പോലും ഇല്ല, തന്ത്രിക്കെതിരായിട്ട് ഒരു കണിക പോലും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്ത്രിക്ക് ഈസിയായിട്ട് ഊരിപ്പോരാൻ കഴിഞ്ഞു. ഇത് തന്ത്രി ഇനി കൊടുക്കുന്ന മൊഴികൾ, അല്ലെങ്കിൽ ഇനി കൊടുക്കുന്ന തന്ത്രിയുടെ അഡ്വക്കേറ്റ് കൊടുക്കുന്ന പരാമർശങ്ങൾ ഒക്കെ വളരെ പ്രധാനപ്പെട്ടതായി മാറും. ഇപ്പം തന്നെ പലതും അത്തരത്തിൽ കോടതിയെ അറിയിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തന്ത്രി അത് ഇനി ഘട്ടം ഘട്ടമായി വ്യക്തമാക്കുമെന്നും അറിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.